നിങ്ങളിൽ എത്ര ആളുകൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട്, അതായത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ഇട്ട് സക്സസ് ആവാം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യം സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മളെ ഷോർട്സിൽ പലരും മനസ്സിലാക്കാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പലരും അറിയാതെയാണ് ഷോർട്സ് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഷോർട്സ് വൈറലാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിച്ച അല്ലെങ്കിൽ എനിക്ക് സക്സസ് ആയ ഒരു ടിപ്പ് കൂടി അവസാനം പറയാം. ബാക്കിയുള്ള ടിപ്പ് കോമൺ ആണ്, എന്നാൽ പോലും പലർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഷോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെയും മറ്റും ഉണ്ടാക്കി സക്സസ് ആവാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ സക്സസ് ആവുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ നിലവിൽ ഇപ്പം 2025 ഓഗസ്റ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് കാണുന്നത് നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോ ഇട്ടാൽ, ഉദാഹരണത്തിന് എൻ്റെ ചാനൽ തന്നെ നോക്കാം. ഷോർട്ട് വീഡിയോ ഇട്ട് എന്ത് ചെയ്യില്ല, അത് റീച്ച് ആവുന്നില്ല. റീച്ച് ആവുന്നതിന് ഭയങ്കര കുറവായിരിക്കും വ്യൂസ്. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ കൂടുതലായിട്ട് റീച്ചായിട്ട് വന്ന ചാനലുകളിൽ എന്താവുന്നില്ല, ലോങ് വീഡിയോക്ക് റീച്ച് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഐഡിയ ഇവിടെ തന്നെ പാളിപ്പോവും. അതായത് ഷോർട്ട് വീഡിയോ കുറേ ഇട്ട് നിറച്ച ഒരു ചാനലിൽ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കുറയും. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 100 നിന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് ഒരു 1000, 1200 വ്യൂസ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ആൾക്കാരും. പക്ഷേ പിന്നീട് അത് അവിടുന്ന് അനങ്ങൂല. എന്തുകൊണ്ടാണ് അത് അനങ്ങാത്തതെന്നറിയോ? യൂട്യൂബ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ടിനെ ഒന്ന് പുഷ് ചെയ്യും, ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ട് യൂട്യൂബ് ആളുകളുടെ റെസ്പോൺസ് നോക്കും. റെസ്പോൺസിൽ കമൻറ്റോ ലൈക്കോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതൊന്നും ഇല്ലാത്ത വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളത്. ഒരു കാര്യവും അവർക്ക് പറയാൻ തോന്നുന്നതൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ സാധനം അവിടെ സ്റ്റോപ്പ് ആവും. അവർ ബൂസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കിയിട്ട് അവിടെ നിൽക്കും. ഇതാണ് ഒരു പ്രശ്നം കോമൺ ആയിട്ട് കാണുന്നത്. ഇതിൻ്റെ സൊല്യൂഷനും നമുക്ക് പറയാം. ഇനി പിന്നീട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഷോർട്ടിൻ്റെ വാച്ച് അവർ മോണിറ്റൈസേഷൻ ആവാൻ എടുക്കില്ല, കൗണ്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെയും പ്രശ്നമുണ്ട്. അതാണ് ഞാൻ തമ്പനയിലിൽ തന്നെ ചെയ്തത്. ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾ വിചാരിക്കും എൻ്റെ ഷോർട്ടിന് 5000 വ്യൂസ് വന്നു, 10,000 വ്യൂസ് വന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ വ്യൂസ് അതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഷോർട്ട് വീഡിയോയുടെ അനലറ്റിക്സ് എടുക്കുക, അതിൽ എൻഗേജ്ഡ് വ്യൂസ് എടുക്കുക, അതിൽ കൗണ്ട് നോക്കുക. അതിൽ വരുന്ന കൗണ്ടാണ് യഥാർത്ഥത്തിലുള്ള വ്യൂസ്. മറ്റേത് സ്വൈപ്പ് ചെയ്ത് പോയ ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യൂസാണ് ഈ 5000, 10,000 കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ 2000, 2500 ഉണ്ടാവുള്ളൂ. ഈ കൗണ്ട് മാത്രമേ മോണിറ്റൈസേഷൻ ആവാൻ എടുക്കുകയുള്ളൂ. അതാണ് പ്രശ്നം. ഇത് പല ആളുകൾക്ക് അറിയില്ല. ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരുണ്ടാവും. ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. കാരണം നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എനിക്ക് 5000 വ്യൂസ് വന്നെന്ന് വിചാരിച്ചിട്ട്, യഥാർത്ഥത്തിൽ അതിൻ്റെ വ്യൂസ് 1500, 2000 താഴെയൊക്കെ ആയിരിക്കാം പലപ്പോഴും ഉണ്ടാകുന്നത്. അത് വലിയൊരു പ്രശ്നം. ആളുകളുടെ ഒരു സ്വപ്നം ഉണ്ടാവില്ല, അത് തകർന്നടിയുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ഈ ഷോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്സിൽ നമ്മൾ കോമണായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ചില വീഡിയോസൊന്നും കയറിപ്പോകാത്തത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോർട്സിൽ എന്ത് വീഡിയോ ചെയ്യുന്നു എന്ന് നമുക്ക് ധാരണയില്ല. പലർക്കും ധാരണയില്ല. കാരണം പലരും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഷോർട്ട് ചെയ്ത് വിടലാണ് പൊതുവെ ചെയ്യുന്നത്. അതാണ് മെയിൻ പ്രശ്നം. കാരണം ഈ ഷോർട്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ, ഇപ്പോൾ 2026 ഒക്കെ ആകുന്ന സമയത്ത് ഷോർട്സിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ ഷോർട്സ് ഇങ്ങനെ കയറി മില്യൺ കണക്കിന് വ്യൂസ് വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നല്ല റവന്യൂ കിട്ടും. കിട്ടൂല എന്നും പറയുന്നില്ല. 1 മില്യൺ 2 മില്യൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ റവന്യൂ ഷോർട്സ് തന്നെ കിട്ടും. പക്ഷേ ആ രീതിയിലേക്ക് എത്തണം. ഇപ്പോൾ ഒരു 1 ലാക്ക് 2 ലാക്ക് 3 ലാക്സ് ഒക്കെ വ്യൂസ് വരണം. പക്ഷേ അത് കുറച്ചുകൂടി ഈസിയാണ്. ലോങ് വീഡിയോനേക്കാൾ ഈസിയാണ് ഷോർട്സിൽ മില്യണൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഈ പറയുന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഒരു നിശ്ചിൻ്റെ മുകളിൽ വീഡിയോ ചെയ്യാം. അതായത് ഇപ്പോൾ സ്കിറ്റ് ആയിരിക്കാം, കോമഡി ആയിരിക്കാം, കോമഡി സ്കിറ്റ് ആയിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നമ്മൾ എന്താണ് നമ്മൾ അവിടെ
ചെയ്യാൻ പോകുന്നത്, ആ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാണ് എന്ന് വ്യൂവേഴ്സിന് മനസ്സിലാവണം. അതിന് കൂടി നിങ്ങൾക്ക് കിട്ടുന്ന സമയം 3 സെക്കൻഡാണ്. ആദ്യത്തെ 3 സെക്കൻഡാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഓഡിയൻസിനോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള സമയം. പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ആ 3 സെക്കൻഡിൽ സബ് ചെയ്യാൻ പറഞ്ഞത് കളയും. അപ്പോൾ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കണം, ഈ 3 സെക്കൻഡിൽ എന്താണ് നിങ്ങളുടെ വീഡിയോ, അതെന്തുകൊണ്ട് ആളുകൾ കാണണം, ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. അതായത് ഈ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാണ്, നിങ്ങൾ എന്തിന് ഇത് കാണണം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പറയാം. അതിന് ഹൂക്ക് എന്നാണ് പറയുക, HOOK, ഹൂക്ക് എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഹൂക്സ് ഇല്ലാത്ത വീഡിയോസാണ് പ്രശ്നം വരുന്നത്. അത് യൂട്യൂബ് ഷോർട്സിന് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഇതേ സ്ട്രാറ്റജി തന്നെ ഉപയോഗിച്ചാൽ മതി, ഫേസ്ബുക്കിലും ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അതായത് നിങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ഹൂക്കൊക്കെ ഇട്ടിട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേപോലെ ഉപയോഗിക്കാം, നല്ല രീതിയിൽ റീച്ച് കിട്ടും. പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം റിട്ടൻഷൻ എഡിറ്റിംഗ് എന്ന് പറയും. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. പലരും കണ്ടിട്ടുണ്ടോ, അതായത് നമ്മൾ ഇപ്പോൾ ഷോർട്സിൽ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഷോർട്ടിലാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ എൻ്റെ ചെസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി കാണിക്കും സ്പീഡായിട്ട്. CapCut പോലുള്ള ആപ്പിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല പല ഒബ്ജക്ട്സ്, അതേപോലെ ഇപ്പം കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ പ്ലേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി 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 വരിക. ഇതിൻ്റെ റിട്ടൻഷൻ എഡിറ്റിംഗ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ട്രിക്കുകൾ നിങ്ങൾ ഷോർട്സിൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് എൻഗേജ്മെൻറ്റ്സ് കൂടുതലുണ്ടാവും. അതായത് അതിന് എൻഗേജ്മെൻറ്റ്സ് കൂടുതലുണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ വൈറലായിട്ട് പോകും. ഇതാണ് ഷോർട്സിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ 2000-3000 വ്യൂസ് വരുമായിരിക്കും. പക്ഷേ എൻഗേജ്ഡ് വ്യൂസിൽ വരുന്ന സമയത്ത് അതിൻ്റെ വ്യൂസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൂക്ക് 3 സെക്കൻഡ്സിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ഹൂക്ക് ഇടണമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് ആളുകൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഷോർട്സ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഷോർട്സിൽ തന്നെ പരമാവധി നിങ്ങൾ എഫോർട്ട് എടുക്കുക. പരമാവധി നിങ്ങളുടെ ആ വർക്കും കാര്യങ്ങളൊക്കെ ഷോർട്സ് തന്നെ അങ്ങ് വിനിയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആ ഷോർട്സിലൂടെ തന്നെ നിങ്ങൾ സക്സസ് ആവും. എല്ലാത്തിലും കയറി സക്സസ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ടേ സക്സസ് ആവുമെന്നൊന്നുമില്ല. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് സക്സസ് ആവും. ഇനി അതല്ല, എനിക്ക് ലോങ്ങും വേണം ഷോർട്ടും വേണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 3-4 ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ റീമിക്സ് ചെയ്യാം. നമുക്ക് ലോങ് വീഡിയോൻ്റെ റീമിക്സിൽ എഡിറ്റിംഗ് ടു ഷോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ചെയ്താൽ അത്യാവശ്യം സബ്ബും കാര്യങ്ങളൊക്കെ കയറി അതിലൂടെ തന്നെ വരും. അപ്പോൾ ഇതാണ് ലോങ് വീഡിയോയും ഷോർട്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. എന്നാലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ചില സമയത്ത് ഷോർട്സ് കൂടി കയറിപ്പോയാൽ ലോങ്ങിൻ്റെ വ്യൂസ് കുറയുന്നുണ്ട്. അതും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. നല്ല പ്ലാനഡ് ആയിരിക്കണം അത് കൊണ്ടുപോകുന്ന സമയത്ത്. ഇനി ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സിൻ്റെ കൂടെ നമുക്ക് തമ്പനെയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പലർക്കും അറിയുന്നുണ്ട്, പലരും ചെയ്യുന്നത് കാണുന്നുണ്ട്. തമ്പനെയിൽ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യുക, തമ്പനെയിൽ ഏതെങ്കിലും ഒന്നുകിൽ എൻഡിലിടുക, അല്ലെങ്കിൽ മിഡിലിടുക, എവിടെയെങ്കിലും ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, നല്ല തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടിടുക. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം അത് പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട തമ്പനെയിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ ആളുകൾ ഫസ്റ്റ് കാണുന്നത് ഈ തമ്പനെയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ വ്യൂസ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ അതിൽ സംശയമൊന്നുമില്ല. കാരണം ആളുകൾ അത് കണ്ടിട്ടാണല്ലോ പെട്ടെന്ന് വരിക. അത് ഇപ്പോൾ തമ്പനെയിലോ വേണമെന്നില്ല, നല്ല അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസ്, ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ആവാം. എന്നാലും എഴുതിയാൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്റർ ആവും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തമ്പനെയിൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായി ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ ഈ ഷോർട്സിൽ കുറേ ഗവേഷണങ്ങൾ ചെയ്തിട്ട് അതിങ്ങനെ നോക്കും, എങ്ങനെയാണ് ഇതിപ്പോൾ വൈറലാവുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു കാര്യം എന്താ അറിയോ, പൊതുവേ കേരളത്തിൽ മലയാളികളുടെ വീഡിയോസ് ആണെങ്കിൽ ടൈറ്റിൽ മലയാളം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഷോർട്സിൻ്റെ കാര്യമാണ്. അതും വലിയ ലെങ്ത്തുള്ളതല്ല, വളരെ ചെറിയ വേർഡ്സ്, ഇപ്പോൾ 4-5 വേർഡ്സിൽ ഒരു ചെറിയൊരു ടൈറ്റിൽ കൊടുക്കുക. അത് ഭയങ്കര എന്താ വെച്ചാൽ അട്രാക്റ്റീവ് ആയിരിക്കണം ആ ടൈറ്റിൽ കണ്ടാൽ ആളുകൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ഷോർട്സ് വൈറലാകുന്നുണ്ട്. കാരണം പൊതുവേ ആളുകൾ ഷോർട്സിൽ എഴുതിയിരിക്കുന്നത് കൂടി നോക്കുന്നുണ്ട്. ലോങ് വീഡിയോയിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിലും തമ്പനെയിലാണല്ലോ നോക്കുക. പക്ഷേ ഇതിൽ ഈ ടൈറ്റിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ സൗകര്യം വേണമെങ്കിൽ കൊടുക്കുക. പക്ഷേ അതിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ടൈറ്റിലിനാണ്. ടൈറ്റിൽ കൊടുത്ത് നല്ല രീതിയിൽ അത് റീച്ചായിട്ട് പോകും. അപ്പോൾ ആളുകളുടെ എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നോക്കുക. ഇനി ഇതിൻ്റെ ഫൈനൽ ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ വീഡിയോ കാണുന്ന ആൾ എന്ത് ചെയ്യണമെന്ന് ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ആളോട് ചോദിച്ചാലാണ് ആൾക്ക് ഉത്തരം പറയാനുള്ള ഒരവസരം കിട്ടുക. ആ അവസരം എന്ത് ചെയ്യണം? നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. എപ്പോഴും നിങ്ങൾ ആളുകൾക്ക് മറുപടി പറയാനുള്ള അവസരം നിങ്ങൾ ചോദ്യങ്ങളിലൂടെ കൊടുക്കണം. അപ്പോഴാണ് ആളുകൾക്ക് പ്രതികരിക്കുക. എല്ലാവരും പ്രതികരിച്ചുകൊള്ളണമെന്നില്ല. 100 ആൾ കണ്ടാൽ ചിലപ്പോൾ 5 പേരോ 10 പേരായിരിക്കും പ്രതികരിക്കുക. പക്ഷെ അതന്നെ നമുക്ക് മതിയാവും നമ്മുടെ ആ വീഡിയോ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഷോർട്സിൻ്റെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ ഓരോന്നും ഡെപ്തായിട്ട് നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കടൽ പോലെയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് റിട്ടൻഷൻ എഡിറ്റിംഗ് ആയാലും ഹൂക്ക് ആയാലും വലിയ ടോപ്പിക്ക് തന്നെ അതിലുണ്ട്. തമ്പനെയിൽ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓൾറെഡി തമ്പനെയിലിൻ്റെ കോഴ്സ് ഉണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക്. ഷോർട്സിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകം ഒരു കോഴ്സ് അതിനു വേണ്ടി മാത്രം വേണമെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി തമ്പനെയിലിൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഷോർട്സിൻ്റെ കാര്യത്തിൽ ഷോർട്സ് ചെയ്യുന്നവർ ഷോർട്സിൽ തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പിന്നെ ഈ 1000 2000 ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആവാൻ പോകുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫേക്ക് നമ്പേഴ്സ് മാത്രമാണ്. അതിൻ്റെ ഒറിജിനൽ നമ്പർ ഉണ്ടാകുന്നത് എൻഗേജ്ഡ് യൂസിലാണ്. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്. അതൊരു അപ്ഡേറ്റ് വേറൊരു ആവശ്യത്തിന് വന്നതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ പെട്ടുപോയി. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ തൊട്ട് മുന്നേ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കും.